ആക്രമിക്കുന്നതിന്റെ അടിക്കുന്നതിന്റെയും വീഡിയോ അടക്കം ഇവരുടെ കയ്യിലുണ്ട്. ഇവർ ആ വീഡിയോ അടക്കം എടുത്തു വെച്ചിട്ടുണ്ട്. അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നല്ല വീട്ടിൽ പറഞ്ഞുകൊണ്ടും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടും അങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്നുള്ളതുകൊണ്ടും തിരിച്ചടിക്കുന്നില്ല. പക്ഷെ ഈ പെൺകുട്ടി ഇയാളെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇവരത് എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ പെൺകുട്ടി ചാറ്റ് ചെയ്യുന്നതാണ്. അമ്മ തന്നെ പറയുമല്ലോ. പക്ഷെ സ്ത്രീ അങ്ങനെ അവളെ മൊബൈലിൽ നിന്ന് നമ്പർ എടുത്ത് അവന്റെ കൂടെ കൂടെ ഉള്ള പയ്യൻ തന്നെ പറഞ്ഞ വർക്കലുള്ള ഒരു കൊച്ചുമായിട്ട് അവള് ചാറ്റ് ചെയ്യണ ഒരു പയ്യനുമായിട്ട് എന്നവന്റെ പറഞ്ഞപ്പോൾ അവനിക്ക് വിഷമം തോന്നി. അവൻ ആദ്യമൊക്കെ മിണ്ടിയില്ല. പിന്നെ അവൻ ആ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴും അവൾ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ കറക്റ്റായി എല്ലാം ഇവളെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ എല്ലാം ആ വീഡിയോയിൽ അവൻ കണ്ടു. അപ്പോഴത്തേക്ക് അവന്റെ മനസ്സ് അന്നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അവൻ പിടിച്ചു നിന്ന്. എന്നിട്ട് രാവിലെ അവിടെ പോയി ചോദിച്ചിട്ട് അവളൊന്നും ഏറ്റില്ല. പിന്നെ അവള് പെറ്റീഷൻ കൊടുത്തപ്പോഴത്തേക്ക് അവിടെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞു. അവൾ അവിടെയും സ്റ്റേഷനിലും ഏറ്റില്ല. കൊടുക്കും ആ SI ആ പയ്യനെ വിളിപ്പിച്ചപ്പോഴത്തേക്ക് ആ പയ്യൻ സമ്മതിച്ച്. ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്, ഈ മെസ്സേജ് എത്രയും ഞാൻ തന്നെയാണ് ഇട്ടത്, അവളും എനിക്ക് മറുപടി തന്നിട്ടുണ്ട് എന്ന് സമ്മതിച്ച് SI പറഞ്ഞ്. ഇതൊക്കെ കേട്ട് ഈ മെസ്സേജ് കേട്ടപ്പം ആ SI എന്നാ എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കണം, നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി, നിങ്ങൾ കോടതിയിൽ പോയി, എനിക്കിത് പരിഹരിക്കാൻ പറ്റില്ല, നിങ്ങൾ കോടതിയിൽ പോയി എന്ന് പറഞ്ഞ് ആ ചെറുക്കനെയും പറഞ്ഞ് വിട്ട് ഞങ്ങളെയും പുറത്തിറക്കിയതിന് ശേഷമാണ് വീണ്ടും ഈ പോലീസുകാരൻ എൻ്റെ അടുത്ത് മര്യാദയില്ലാതെ സംസാരിച്ച്. ഞാൻ വിചാരിച്ച് നാണക്കേടല്ലേ, നമ്മൾ അവിടെ നിന്നൊരു വിഷയം ഉണ്ടാക്കണ്ട, എൻ്റെ മോനിക്ക് താങ്ങാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞില്ല. ഇവള് വീണ്ടും പിറ്റേന്ന് വനിതാ കോടതിയിൽ പോയി. അവിടെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവര് ഞങ്ങളെ വിളിപ്പിച്ച് പിറ്റേന്ന് രാവിലെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. ഇവള് പറഞ്ഞ പരാതിയിൽ ഓർത്ത് ഞങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് തെളിവ് സഹിതം അവരെ കാണിച്ച് ആദ്യത്തെ ദിവസം. അങ്ങനെ അവിടെ തെളിവ് സഹിതം അവിടെ കാണിച്ചപ്പോൾ അവരും പറഞ്ഞ് അതൊന്ന് ശരി തന്നെ ഇരിക്കട്ട്, അവിടെ ഉള്ള വക്കീല് പറഞ്ഞതാണ്, നിങ്ങള് കേസ് കോടതിപരമായി പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പള്ളിപരമായി പോകണം, എന്നാലും നിങ്ങൾ കോടതിയിൽ വന്നേ പറ്റൂ, അത് കോടതി വഴി കേസെടുക്കും, ഇല്ലാത്തതൊക്കെ ഞങ്ങൾ ചേർത്തെഴുതും. അപ്പൊ എന്റെ മോൻ പറഞ്ഞു ശരി, നിങ്ങൾ എഴുതുമെങ്കിൽ എഴുതി, കോടതിയിൽ വേണമെങ്കിൽ ഞാൻ വരാം, എന്നെ ജയിലിൽ കിടത്തുമെങ്കിൽ ഞാൻ കിടക്കാം. അങ്ങനെ തയ്യാറായ മോൻ ഇതെങ്ങനെ ഇത് സംഭവിച്ചെന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അവനിക്ക് വേണ്ടാന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെ ഇത് സംഭവിച്ചെന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അത് നിമിഷോട് സംഭവിച്ചു. അതിന്റെ പിറ്റേന്ന് അവള് വനിതാ സെല്ലിൽ പോയി. അവിടെയും പരാതി കൊടുത്തു. അവിടെയും ഇതെല്ലാം ചോദിച്ചു. അപ്പോഴും ഈ തെളിവ് അത്രയും കാണിച്ചപ്പോ എവിടെ തന്നെയാണ് അവര് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു അവർക്ക് ഉരുപ്പടി വേണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഉരുപ്പടി ഒന്നും മാറ്റിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, അവർക്ക് 8 പവന്റെ 10 പവന്റെ 15 പവന്റെ ഉരുപ്പടിയൊക്കെ അവിടെ പറഞ്ഞു. അവർ പറഞ്ഞു നിനക്ക് ഉരുപ്പടിയാണെങ്കിൽ നീ കോടതിയിൽ പോകും, ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റി തരാനുള്ള ഒരു നിയമമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്ട്. പിന്നെ ഈ പയ്യന്റെ കാര്യം അത് അവിടെ അവര് ചോദിച്ച് വനിതാ സെല്ലില് ഇതെടുക്കാൻ വേണ്ടി പറയൂല, റെക്കോർഡ് എടുക്കാൻ. അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ആദ്യം സമ്മതിച്ചില്ല. അവർക്കറിയാം, അവിടുത്തെ പോലീസുകാർക്ക് അറിയാം. അവൾ ആദ്യം സമ്മതിച്ചില്ല. ഇവക്ക് സ്വർണത്തിന്റെ ഇത് കാണണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തെന്ന് അറിയണം എന്നൊക്കെ അവിടെ അവരുടെ മുമ്പിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ കാണിച്ചു കൊടുത്തു. ഇത് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴും അവർ ഉടനെ ഇത് മൊബൈൽ ഇതിന് എന്തോന്ന് എടുക്കുമല്ലേ, കോൾ എടുക്കണം, സൈബർ സെല്ലില് അവർ കൊടുത്തപ്പം പറഞ്ഞു എൻ്റെ മോൻ അവൾ സമ്മതിക്കൂല. അങ്ങനെ വീണ്ടും അവര് നിർബന്ധിച്ച് കൊടുത്ത് എടുക്കാൻ പോയപ്പോ എൻ്റെ അവൾ അക്കൗണ്ടിൽ കയറി എടുത്തത് കൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പള്ളിപരമായി പോയി. പള്ളിക്കകത്ത് വന്ന് നടന്ന സംഭവം ദുനിയാവില് ഒരു മനുഷ്യരും ചെയ്യാത്ത ദ്രോഹമാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. എൻ്റെ മോനെ ഞങ്ങളെ അടിച്ചില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ പറയുന്നു നിങ്ങൾ വെളിയിൽ ഇറങ്ങും, ഞങ്ങളെ ജമാഅത്താണ്, ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് ആ കൊച്ചും അവളെ ഉമ്മായും സഹോദരനും ഉപ്പുപ്പായും മാമായും ഒക്കെ വേണ്ടിയ പ്രശ്നം ഉണ്ടാക്കി. അവിടെ അടി വരെ നടക്കാറായി. എന്നിട്ടും പള്ളിക്കാർ പറഞ്ഞു നിങ്ങൾ പുറത്തിറങ്ങും എന്ന് പറഞ്ഞ് ഇറങ്ങി. അവളും ഉമ്മായും മോളും താഴെ ഇറങ്ങി വന്നപ്പോ എൻ്റെ മോന്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ബൈക്കിനെ ചവിട്ടി എറിയാൻ പോണോ, ആ പെട്രോൾ ടാങ്ക് പൊട്ടിച്ച് കത്തിയിടാന്ന് മോന്റെ പറയണു. തള്ളയും മോനും കൂടെ വേണ്ടിയ പ്രശ്നം അവിടെ. അപ്പൊ ആൾക്കാരൊക്കെ ഓടി കൂടാൻ നേരത്തെ ഇവള് മോനെയും വിളിച്ച് സ്കൂട്ടിയിൽ മക്കളുമായിട്ട് ഓടിക്കളഞ്ഞ അവിടെ നിന്ന്. പിന്നെ അവനെ സമാധാനപ്പെടുത്തി. ഇവരെല്ലാരും ഈ സമാധാനപ്പെട്, നമുക്ക് വേണ്ട,
നമുക്കത് ഒഴിച്ചുവിടാ എന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടാണ് വീട്ടിൽ പോകണം. ഇത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ മരണമൊഴിയിലെ പക്ഷെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പോലീസിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളും പുസ്തകങ്ങളും വായിക്കേണ്ട കാര്യമാണ്. എന്റെ മരണശേഷമെങ്കിലും എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയണം. എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ്. അതായത് ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതികളും മറ്റും കൊടുത്ത് എന്നിൽ നിന്നും പണം തട്ടിയെടുക്കാൻ നോക്കുന്നതാണ്. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ, പക്ഷെ എന്റെ കയ്യിൽ ഇല്ല. അതായത് പലപ്പോഴും ഇവർ ഇല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ സ്വത്തുണ്ട്, ഉരുപ്പടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞെങ്കിലും എനിക്കിത് നീതി കിട്ടണം, ഇത് അന്വേഷിച്ച് തക്കതായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന അപേക്ഷയാണ് എനിക്കുള്ളത്. ഇത് ഒരു പുരുഷന്റെ അല്ല, ഒരുപാട് പുരുഷന്മാരുടെ നിസ്സഹായമായ അവസ്ഥയാണ്. ഇത് സംഭവിച്ചിട്ട് ഒരുപാടൊന്നും അല്ല, കഴിഞ്ഞ ആഴ്ച മാത്രം ഇത് സംഭവിച്ചത്. നമുക്ക് ഒരാഴ്ചയിൽ ഇപ്പറേ ആയിട്ടുള്ളൂ. അതായത് ഒന്നും ചെയ്യാനില്ല. അതായത് ഞാൻ പോലീസ് സ്റ്റേഷന്റെ പേരും കൂടെ എടുത്ത് പറയുന്നു, മംഗലപുരമടക്കമുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരടക്കം ഒരു പെൺകുട്ടി പരാതി പറയുമ്പോൾ അതെല്ലാം സത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ പയ്യനെയും പയ്യന്റെ വീട്ടുകാരെയും എന്താ പറയുക വേട്ടയാടുക. ഈ പെൺകുട്ടി പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊന്നും പോലീസുകാർ അന്വേഷിക്കുന്നില്ല. പെൺകുട്ടി പറയുന്നതല്ല, അപ്പം ശരിയാണ് എന്ന് പറയുന്നുള്ള മുൻവിധിയാൽ ആൾക്കാർ ഇത് പെരുമാറുക. ഇത് മരണമൊഴിയായിട്ട് എടുക്കണം. ഇത് ആത്മഹത്യാക്കുറിപ്പാണ്. അതുകൊണ്ട് തന്നെ മരണമൊഴിയുടെ നിയമസാധുതയുണ്ട്. മരണശേഷമെങ്കിലും എനിക്ക് നീതി കിട്ടണം എന്നൊരാള് എഴുതി വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വ്യാജ പരാതികൾ, നിരന്തരമായ പീഡനങ്ങൾ. എന്നിട്ട് ദൗർഭാഗ്യവശാൽ ഈ പെൺകുട്ടി ഈ ആത്മഹത്യക്ക് ശേഷം ഒരു യൂട്യൂബ് ചാനലിലോ ഡിജിറ്റൽ മീഡിയയിലോ ഇരുന്ന് ഈ മരിച്ച ആളെ കുറിച്ചും ഉമ്മയെ കുറിച്ചും ഒക്കെ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെ കുറിച്ച് എന്താ പറയുക ചീത്ത പറയുകയാണ്. അവസാനം അവർക്ക് ആ വീഡിയോയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും മറ്റും വന്നത് കാരണം ആ പ്രത്യേക ചാനൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. കാര്യം കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. അതായത് ആ കുട്ടിക്ക് ഇപ്പം ഒരു പക്ഷേ പരാതിയോ മറ്റോ പോവുകയാണെങ്കിൽ ഒരു ഡിഫൻസ് എടുക്കുകയാണ് ആദ്യമേ. ഈ രീതിയിൽ 100% കള്ളപ്പരാതികൾ കൊടുത്ത് 100% ആ പയ്യനെ മാനസികമായി പീഡിപ്പിച്ച് ഇല്ലാത്ത കാശ് തട്ടിയെടുക്കാൻ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ. ഇതിന്റെ പ്രശ്നം അത് അടുത്തതാണ് മീഡിയക്കാരെ ഡ്രസ് ചെയ്യേണ്ട പ്രശ്നം. ഇത് പോലീസുകാരോട് പറയുമ്പോൾ പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, എന്ത് ചെയ്യാനാണ്? പെൺകുട്ടിയായിരുന്നെങ്കിൽ തിരിച്ച് ഇമ്മീഡിയറ്റ്ലി പയ്യനെ അറസ്റ്റ് ചെയ്യാം, വീട്ടുകാർക്കെതിരെ അന്വേഷണം ഉണ്ടാകാം. ആണായതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈകൾ ബന്ധിതമാണ്, ഒന്നും ചെയ്യാനില്ലെന്നാണ്. അപ്പം ബഹുമാനപ്പെട്ട DGPയെ കണ്ട് ബാക്കിയുള്ളവരെ കണ്ട് ഇതിന്റെ പരാതി വളരെ ഡീറ്റെയിൽ ആയിട്ട് പരാതി, അതിനോടനുബന്ധമായ തെളിവുകൾ, ഡോക്യുമെന്റ്സ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് DGPയെ കാണുന്നുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ ഓഫീസിലും ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവരുടെ സമയവും ചോദിച്ചിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അവരെ പോയി കാണാൻ. അപ്പൊ ഈ വിഷയം പൊതുസമൂഹം സീരിയസ് ആയിട്ട് എടുക്കണം. സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ 1.5-1.25 ഇരട്ടി പുരുഷന്മാർ ഈ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവിൽ ഓരോ 4 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യാന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും ഇല്ല. നമ്മുടെ പൊതുസമൂഹം അതിനെ ലഘുവായിട്ടാണ് കാണുന്നത്. ഇതിപ്പോ നിങ്ങൾ ഇത് അറിയുന്നത് എന്തുകൊണ്ടാ? നമ്മളിത് വന്ന് പറയുന്നതുകൊണ്ടാ, അല്ലെങ്കിൽ വേറെ നിങ്ങൾ എങ്ങനെ അറിയാൻ പോകുന്നു? ഒരുപാട് പേര് എങ്ങനെ പോകുന്നുണ്ട്. പോലീസുകാർ കൂടി വന്നാൽ കുറെ ആത്മഹത്യകളുടെ കൂട്ടത്തിൽ ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതുന്നു. പക്ഷെ ഇത് ബാക്കി കാര്യങ്ങൾ കൊണ്ടല്ല. വ്യാജ പരാതികൾ, ഭാര്യയുടെ അടക്കമുള്ള വ്യാജ കേസുകൾ, ആ കേസിൽ മനംനൊന്തുക, കാശ് പോവുക, അഭിമാനം നഷ്ടമാകുക, അതിൽ ഏകപക്ഷീയമായി പോലീസ് പെരുമാറുക. വേറെ പോലീസിനെതിരെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. വേറെ ചില കാര്യങ്ങൾ നീ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ എങ്ങനെ എടുക്കുമെന്ന് അറിയാത്തോണ്ടാണ് പോലീസുകാര് അവിടെ കിടക്കാൻ തന്നെ ഞങ്ങൾക്ക് ഭയമാണ്. പോലീസുകാരെ പേടിച്ച് അങ്ങനെയുള്ള പോലീസുകാരാണ് ആ സ്റ്റേഷനിൽ ഇരിക്കുന്നത്. പ്രതികരിക്കും, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഭയം ശരിക്കുണ്ട്. ഇനി അവിടെ ആരുമില്ല, ഞങ്ങൾ 3 ഉള്ളൂ. ഇത് 2 പെൺമക്കളും ഞാനും മാത്രമേ ഉള്ളൂ. എന്റെ മനോജ് വേറെ ആരുമില്ല. ഞങ്ങൾക്ക് വളരെയേറെ പേടിയുണ്ട്. അവിടുത്തെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയോട് പറയാണ്, നീ അവരെ അടിച്ചിട്ട് വന്നു, ഞാൻ നിന്നെ കേസ് അയക്കാം. അതായത് ഒരു പോലീസുകാരി പറയണത്, ആളുടെ പേര് പറയണില്ല. ഇവര് 2 പേരും SI പറഞ്ഞ് വിലക്ക് ഇങ്ങനെ വിട്ട്. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഇങ്ങോട്ട് മാറ്റി വിട്ടിട്ട് ഒരു സ്ത്രീ വിളിച്ച് ഇരുത്തി അവരെ കാര്യങ്ങൾ അത്രയും പറഞ്ഞു കൊടുത്തിട്ട് പറയണം. അപ്പൊ മോൻ പറയണ എന്നെ അടിച്ചു മേഡം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിന്നെ അടിച്ചെങ്കിൽ നീ കൊള്ളണം, അടി കൊള്ളണം അത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറയണം, അവളടുത്ത് പറഞ്ഞു കൊടുക്കണം, നീ ഭർത്താവിനെ അടിച്ചോ, നീ അടിച്ചിട്ട് വാ, ഞാൻ കേസെടുക്കാം. എന്നിട്ട് പറയും, അമ്മാവി അടിച്ചിട്ട് വാ, ഞാൻ കേസെടുക്കാം. നാത്തൂന് അടിച്ച. അപ്പൊ എന്റെ മോളും ഞങ്ങളൊക്കെ അടിച്ചെന്നാണ് അവിടെ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോഴും ആ സ്ത്രീ പറയണം, അത് നാത്തൂന് അടിച്ചാലും ഞാൻ പരാതി എടുക്കാം, നീ അടിച്ചിട്ട് ഇങ്ങ് വാ എന്നാണ് ആ കൊച്ചിന്റെ. ആ കൊച്ചു കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കണം.
അപ്പൊ അവർക്ക് അത്രത്തോളം ഇത് കൊടുക്കുകയാണ് അവര്. പിന്നെ അവർ ഈ ആണുങ്ങളെ വെച്ചേക്കൂ, ഞങ്ങളെ വെച്ചേക്കൂ. അതായത് ആ പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ അതിക്രമം കാണിച്ചത്. ആ പെൺകുട്ടിയോട് കൗൺസിലിംഗ് അടക്കമുള്ള അവിടുത്തെ പോലീസുകാരോട് നീ അത് അടിച്ചോ, കുഴപ്പമില്ല, വന്നോ, ഞങ്ങള് നിന്നെ നോക്കിക്കോളാം. ഇത് ഒരു മനുഷ്യന്റെ അല്ല, ഒരുപാട് മനുഷ്യരുടെ അവസ്ഥയാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അടക്കമുള്ള പൊതുസമൂഹം അറിയാത്തതെന്ന് പറഞ്ഞാൽ പുരുഷൻ ഇത് സ്ത്രീയേക്കാൾ നാണക്കേടാണ്. തനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന് സ്ത്രീയെക്കാട്ടി നാണക്കേടാണ്. അവൻ മിണ്ടാതിരിക്കുന്നു, മിണ്ടാതെ അവന്റെ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ പോകുന്നു. അവിടെയാണ് ഞങ്ങൾ ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. എവിടെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം, എവിടെങ്കിലും പോകാനൊരു സ്ഥലം വേണം. പോലീസിന്റെ അടുത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ ഒട്ടും അനുകൂലമായ സമീപനമല്ല കിട്ടുന്നത്. പോലീസിനോട് ഞാൻ ചെന്നൈയിൽ വന്നിട്ട് നേരെ മംഗലപുരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസുകാരുടെ കുറ്റമായിട്ട് ഞാൻ പറയല്ല, പോലീസുകാർ പറയാണ് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സാറേ ഒന്ന് അവിടെ വരെ പോകണം, അവിടെ വരെ പോയിട്ടില്ലായിരുന്നു. നമ്മൾ സാറേ പോലീസിലൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ വരെ ഒന്ന് പോകണമെന്ന്. ഇന്നലെ മിനിഞ്ഞാൻ വന്നിട്ട് വൈകിട്ട് പോയതിന്റെ അടുത്ത ദിവസം പോലീസുകാർ ഞാൻ ചെന്ന് പറഞ്ഞുകൊണ്ട് പോയതായിരിക്കും. എത്ര പേർക്ക് നമ്മളങ്ങനെ ചെന്ന് പറയും. വ്യക്തിപരമായിട്ട് എന്നെ അറിയുന്നോണ്ട് ഒരു ടി വി കാണുന്നോണ്ടൊക്കെ പോലീസുകാർ എന്നാ പോയേക്കെ, അല്ലെങ്കിൽ ഇവൻ ഭാവി നമ്മളെ കുറ്റം പറയാൻ വിചാരിച്ചു പോയതായിരിക്കും. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ പോകും. അവിടെയാണ് ഇത് സംവിധാനപരമായ സ്ട്രക്ചറലായ ഒരു ഹെൽപ്പ് പലപ്പോഴും പുരുഷന്മാർക്കില്ല. സ്ത്രീയുടെ പരാതി അന്ധമായിട്ടൊക്കെ ശരിയായിട്ട് എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. മിനിഞ്ഞാന്ന് കൂടി ഒരു വാർത്ത വന്നു, അതുകൂടെ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളിലേക്ക് പോവാം. 50,000 രൂപ ഒരു വനിതാ SIക്ക് പിഴയടച്ചു മനുഷ്യാവകാശ കമ്മീഷൻ, ശ്രീ ബൈജുകുമാർ. ചില ആൾക്കാരെങ്കിലും ശ്രദ്ധിച്ചു കാണും. അതായത് ഒരു പൊതുപ്രവർത്തകനെ ഇതേപോലെ ഒരു വ്യാജ പരാതി കൊടുക്കാൻ ഒരു വനിതാ SI കൂട്ടുന്നു. അവർക്ക് 50,000 രൂപ ഫൈൻ മനുഷ്യാവകാശ കമ്മീഷൻ അടിച്ചു. വളരെ സ്വാഭാവികമായ കാര്യമാണ്. പുരുഷന് നീതി ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്ത എന്തെങ്കിലും ഗുണമുണ്ടെന്നോ തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ആണിന്റെ കംപ്ലൈന്റിന് വിലയില്ല. നിങ്ങൾ എത്ര പേരെ ഇങ്ങനെ കംപ്ലൈന്റുമായിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് നേരിട്ടറിയാം. ആണിന്റെ കംപ്ലൈന്റിന് നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ വിലയില്ല, അവർ മൈൻഡേ ഇല്ല. നമ്മൾ പുറകെ നടന്ന് നിർബന്ധിച്ചാലാണ് ഒരു എന്താ പറയണേ അക്നോളജ്മെന്റ് റെസീറ്റ് പോലും തരുന്നത്. അപ്പൊ ഇത് ഘടനാപരമായ ഒരു പ്രശ്നമാണ്. മാധ്യമങ്ങൾ അഡ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. DGP അടക്കം കാണുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോ സംസാരിക്കും. അപ്പൊ ഈ പ്രശ്നം മീഡിയക്കാർ കണ്ടില്ലെന്ന് നടിക്കണം. അതൊരു വളരെ ജെനുവിനായ പ്രശ്നമാണ്. അതൊരു എപ്പിഡമിക് ആണ്. യഥാർത്ഥത്തിൽ ഒരുപാട് ആൾക്കാർ അനുഭവിക്കും. അതുകൊണ്ടാണ് ഞാൻ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഒക്കെ കോട്ട് ചെയ്ത് പറയുന്നത്. ഓരോ 11 മിനിറ്റിലുമാണ് ഇന്ത്യയിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ഓരോ 4 മിനിറ്റിലുമാണ് ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊക്കെ ഗവൺമെന്റിന്റെ കണക്കല്ലേ, നമ്മൾ കയ്യിൽ ഉണ്ടാക്കി പറയുന്നതല്ലോ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ജനങ്ങൾ അറിയുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ജനങ്ങൾ അറിയുന്നില്ല. ഈ വിഷയത്തിൽ തന്നെ ഒരു പ്രത്യേക മാധ്യമം ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ഉമ്മയുടെ ഉണ്ട്, ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ഫാമിലി ഉണ്ട്, മറുഭാഗത്ത് ഇവരെ കരിവാരി തേക്കാൻ ആ പെൺകുട്ടിക്കാണ് അവസരം കൊടുക്കുന്നത്. അവസാനം അവരത് ടേക്ക് ഡൗൺ ചെയ്യുന്നത് വേറൊരു കാര്യം. അതായത് സ്വന്തം ബോംബ് ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഈ നമ്മുടെ പണിമുടക്ക് ദിവസം ആറ്റിങ്ങൽ ചെന്ന് കാണണമെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരാൾ വിളിച്ചു. എന്റെ മോൻ മരിച്ചിട്ട് 4 ദിവസം ആയോളൂ സാറേ. ഇനി അവർക്ക് ഇനി എന്ത് വേണം? എന്റെ മോനെ കൊന്നിട്ട് മതിയായില്ലേ അവർക്ക്? ആര് പരാതിയെന്നും പറഞ്ഞ ആസിന്റെ പരാതിയെന്നും ഇനി ആരെ കൊല്ലണം? ഇനി അവൾക്ക് ഇനി ഞങ്ങളെ കൊല്ലണം. ഇനി ഞാനും കൂടെ ഉള്ളു അവൾ കൊല്ലാനായിട്ട്. ഇവർക്ക് 2 പേർക്കും ആളുണ്ട്. ഇനി ഞാനും കൂടെ എന്നെയും കൂടെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനാവും. അതായിരിക്കും അങ്ങനെ. ഞാൻ ഉടനെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് പോണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരൂലെന്ന് പറഞ്ഞപ്പോ 10 മണിക്ക് വന്നേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എന്റെ മോൻ പണി മുടക്കണ്ടെന്ന്. എന്റെ മോൻ മരിച്ച് ഞാൻ വേദനയിലും കണ്ണീരിലും ഞാനും എന്റെ മക്കൾ ഇരിക്കുകയാണ്. ഞാൻ വരൂല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അത് ഞാൻ പറഞ്ഞു എന്റെ മരുമോൻ വന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ മെമ്പർ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് മെമ്പർ ആ ഓഫീസിൽ വിളിച്ച് കാര്യം ഇതുപോലെ പറഞ്ഞു. അവരും അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ മോൻ മരിച്ചിട്ടുണ്ടെന്ന് അവിടെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഓഫീസിൽ പരാതി കൊടുത്തേക്കണം ഞങ്ങള് സ്വർണം കൊടുക്കണമെന്ന്. ഇനി എവിടെ ആരെടുത്ത് പോയി സ്വർണം കേൾക്കണത്? അവര് സ്വർണം കൊടുത്തോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മോനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നില്ലേ ഇവിടെ? ഇനി അവൾ ആരെടുത്ത് പോയി ചോദിക്കും? മകൻ മരിച്ചു 3-ാം ദിവസം നിൽക്കുന്ന ഒരു ഉമ്മയോടാണ് പണിമുടക്കിന്റെ ദിവസം രാവിലെ 10 മണിക്ക് നിങ്ങൾ ഹാജരാണോ എന്ന് പറയുന്നത്. അത് പോലീസുകാർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പോലീസുകാർ ചെയ്യുന്നത് പെൺകുട്ടി പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു എന്ന് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമോ? നമ്മൾ റിസ്ക് എടുക്കുന്നത് ആ ഒരു സെൻസിറ്റിവിറ്റിയോ മകൻ മരിച്ചതോ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്താണ് ഒന്നും പോലീസ് അന്വേഷിക്കുന്നില്ല. ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് വരണം. വയ്യാത്ത പണിമുടക്കേണ്ട ദിവസം, യാത്ര ചെയ്യാത്ത ദിവസം രാവിലെ 10 മണിക്ക് വരണം എന്ന് വിളിച്ചു പറയുന്നത്. അവിടെയാണ് ഒരു സോഷ്യൽ സപ്പോർട്ടിന്റെ ആവശ്യം. അങ്ങനെ ഇത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും വരുന്ന കേസുകളല്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്.
പലപ്പോഴും പൊതുജനങ്ങളുടെ സമക്ഷം അത്തരം കാര്യങ്ങൾ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് ഘടനാപരമായ ആണുങ്ങളും മനുഷ്യരല്ലേ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം എക്കോ സിസ്റ്റം അവർക്ക് വേണ്ടേ? നാളെ നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്താൽ ഒരു സിമ്പത്തറ്റിക് ലിസണിങ് അല്ലെങ്കിൽ കേൾക്കാനെങ്കിലും ഒരാൾ വേണ്ടേ? അവിടെയാണ് ഇത് കൊടുക്കുമ്പോൾ ശരിയാണ്, നിങ്ങളുടെ പരാതി ഉണ്ട്, നമ്മൾ പരിഗണിക്കുന്നുണ്ട്, നോക്കാം എന്ന് പറയാൻ ഒരാൾ. ഇപ്പൊ മെമ്പർ അവിടുത്തെ വളരെ സപ്പോർട്ടീവ് ആയിട്ടൊരാളാണ് റഫീഖ് അല്ലെ, റഫീഖ് അടക്കമുള്ള CPM-ന്റെ ആളാണ്, വളരെ സപ്പോർട്ടീവ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അടക്കം അവിടെ സപ്പോർട്ട് ചെയ്തു. ഇത് ഞങ്ങൾക്ക് എത്ര പേർക്കാണ് ചെയ്യാൻ കഴിയുക? പക്ഷേ ഘടനാപരമായ ഒരു കാര്യം ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ്. ആ മക്കളെ പ്രസവിച്ചല്ലേ വളർത്തുന്നത്, പെൺമക്കളെ പ്രസവിച്ച് വളർത്തുമ്പോഴല്ലേ ആ മക്കളെ വളർത്തുന്നത്. നമ്മളെന്തെല്ലാം പ്രതീക്ഷയോടെയാണ് മക്കളെ പറ്റി വളർത്തുന്നത്. അതുപോലെ തന്നെയാണ് പെൺമക്കളെ പോലെ തന്നെയാണ് ആ മക്കളെ പ്രസവിച്ച് എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് വളർത്തുന്നത്. അപ്പൊ ആ മക്കൾക്ക് ഒരു നീതിയില്ലേ? ഈ നാട്ടിന് ഒരു നീതിയില്ലേ? എന്റെ മോനിക്ക് നീതി കിട്ടണം. എവിടെ എന്ത് കാണിച്ചിട്ട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് വെളിയിൽ കൊണ്ടുവരണം. സത്യം വെളിയിൽ കൊണ്ടുവന്ന് ഇവിടെ ശിക്ഷിക്കണം എന്ന് തന്നെ പറയണേ. അല്ലാതെ ഞാൻ ജീവിക്കൂല. എവൾക്ക് ശിക്ഷ വാങ്ങി കൊടുത്താലേ ഞാൻ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യും. എവിടെ ശിക്ഷിക്കണം, എവിടെ തള്ളയാണ്. രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്റെ മോനെ ഭീഷണിപ്പെടുത്തത്. വീട്ടിൽ റൂമിനകത്ത് വെച്ചിട്ട് പറയുന്നത് രണ്ട് ടെമ്പോ അവളെ പേർക്ക് എഴുതി കൊടുക്കണമെന്ന്. അങ്ങനെയാണ് നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. നമ്മൾ അറിയുന്നില്ല. വിജയനോട് പറയണമേ, അമ്മ പ്രമാണം തരാം, അവളെ പേരിൽ ടെമ്പോ എഴുതി കൊടുക്കണം. അവൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്ക് എന്റെ പറയണം, ഞാൻ ഈ മതിലിടിച്ച് വലുതാക്കും, 2 ടെമ്പോയെ അവളെ വീട്ടിൽ കയറ്റിയിട്ട് കൊടുക്കണമെന്ന് എന്റെ മോന്റെ പറഞ്ഞു. എന്റെ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്റെ മോന്റെ അടുത്ത് പറഞ്ഞപ്പം ഉമ്മ സമാധാനപ്പെടുമ്മ എന്ന് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. ഞാനങ്ങനെ പോകും ഉമ്മ, ഞാനങ്ങനെ പോകും. അങ്ങനെ ഉള്ള ഒരു മോൻ എന്തിനീ വേല ചെയ്ത് അത്രത്തോളം എന്റെ മോനെ അവള് വിഷമിപ്പിച്ച് ആ ഘട്ടത്തിൽ അവൾ എത്തിച്ച് എന്റെ മോനെ കൊന്നിട്ട് അവക്ക് പലവനമായിട്ട് പോയി ജീവിക്കാനും അടിച്ചു പൊളിച്ച് ജീവിക്കണോ നമുക്ക്. അവക്ക് ഭർത്താവിന്റെ അവർക്ക് ഈ അവസ്ഥ വന്നു ഈ ലോകം വിശ്വസിക്കില്ല. എന്റെ കൊച്ചു ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് പറയാമോ മാമാനെ വേദപാടിന് കാരണം. ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. അവന്റെ മാമ ഈ അവസ്ഥ കാണുമെന്ന് വിചാരിച്ചിട്ട് എന്തെല്ലാം വന്നെന്നറിയാമോ. ഞാൻ രാത്രി എന്റെ കൊച്ചിനെ ഞാൻ ഉറക്കണത്. ഇന്നലെ വരെ അവൻ രാത്രി 2-3 മണിയായിട്ട് എന്റെ കൊച്ചു ഉറങ്ങിയില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് മാമാന്ന് വെച്ചാൽ. അങ്ങനെ ഒരു സഹോദരനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കണം. ഞങ്ങൾ എന്റെ സഹോദരൻ നീതി വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. അത്രയ്ക്ക് വേദനയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ പുറമെ നഷ്ടപ്പെട്ടതിന്. അതാണ് ദയവായി നിങ്ങൾ ആ വിഷയം ശ്രദ്ധിക്കണം. ആ സ്ത്രീക്ക് കിട്ടുന്ന ഒരു പരിഗണന. അതേപോലെ ഒരുപാട് സ്ത്രീകൾ തീർച്ചയായിട്ടും പുരുഷന്മാരുടെ പീഡനത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പ്രശ്നം ഒരു സംശയവും. അത് അവർക്ക് കൊടുക്കുന്ന ഒരു മാന്യത അല്ലെങ്കിൽ മര്യാദ അല്ലെങ്കിൽ നീതി മാധ്യമങ്ങളും കോടതിയും പോലീസും എല്ലാം ഈ വിഷയത്തിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. DGPയുടെ ഓഫീസിലേക്കാണ് ഇനിയും പോകുന്നത്. നമ്മൾ എന്തായാലും ഇതെഴുതി മേടിക്കും. പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായിട്ട് പോകുന്നുണ്ട്. അറിയിച്ചു. അവള് അമ്മ പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ്. അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളെയൊക്കെ ജയിലിലാക്കും, ജയിലിൽ കയറ്റും. നിങ്ങൾ ആരെയും വിടൂല, ഞങ്ങളെല്ലാരെയും ജയിലിൽ കയറ്റും. ആ മരണസമയത്ത് ചാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് മുമ്പേ ഫോൺ വിളിച്ച് ഇത് തന്നെ അവര് ഇവരെ ഈ ബന്ധം ഈ 3 മാസമേ കൂടെ ജീവിച്ചുള്ളൂ. 3-ാം മാസമാണ് അവളെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ട് അവളെ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോയതിനു ശേഷം അവളെ വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് അവൾ വേറെ പയ്യനുമായി ചാറ്റ് ചെയ്തത്. എന്റെ സഹോദരന്റെ ചെവിയിലെത്തി. 2-3 കേസ് അവര് എന്റെ സഹോദരന്റെ ചെവിയിലെത്തി. എന്നിട്ട് അവ അതെല്ലാം കളി ചുമ്മാ വീട്ടിൽ രാത്രി ചുമ്മാ ഇരുന്നപ്പോ അവളെ അക്കൗണ്ടിലൊന്ന് കയറി നോക്കിയപ്പോ കിടപ്പുരയുടെ രംഗങ്ങൾ വരാ സഹിതം വരാ. ആ പയ്യന്റെ അടുത്ത് പറഞ്ഞ് അവള് സന്തോഷിക്കണം. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ചെയ്യുമോ എന്ന് കേട്ടാ ആ രാത്രി തന്നെ എന്റെ സഹോദരൻ പൊട്ടിത്തെറിക്കുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റണില്ല, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അവളെ എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് അവൾ എന്റെ ബന്ധം തീർത്തിട്ട് അവൾ ഇങ്ങനെയൊക്കെ പോവാത്തെന്ന് അവിടെ ബഹളം. ഞങ്ങൾ എല്ലാവരും പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് എന്റെ സഹോദരനെ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ പോയി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. ഇതുപോലെയാണ് സാറേ, അവൾ ഇതുപോലെ രാത്രി പല ആരുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു സത്യയാക്കൂല. പക്ഷെ ആ പയ്യൻ അവിടെ വന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ് ഞാനുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ആ പയ്യൻ അവിടെ ഒന്ന് സംഭവിച്ചു. അവർ ഒരു രീതിക്ക് സമ്മതിക്കുകയായിരുന്നു. അതിന്റെ ഒരു കൗതുകം, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകളോട് അഡ്വക്കേറ്റ്സും പറഞ്ഞു കൊടുക്കുന്നത് ആദ്യമേ കൗണ്ടർ കംപ്ലൈന്റ് കൊടുക്കാനാണ്.
യഥാർത്ഥം സംഭവിക്കുന്നതാണ്. ഇതേപോലത്തുള്ള പരാതിയായിട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴും ആ പെൺകുട്ടി ചെയ്തതാണ്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി ഓൾറെഡി ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുകയും ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ ഇട്ടിരുന്നു. പെൺകുട്ടിയോ പെൺകുട്ടിയുടെ വീട്ടുകാരോ ഇത് കണ്ടുകൊണ്ട് ആദ്യമേ ഒരു കാര്യം കൊടുക്കും. അപ്പൊ എന്ത് വെച്ചു എന്ന് പറഞ്ഞാൽ പോലീസുകാര് പെൺകുട്ടിയുടെ മൊഴി മാത്രം അല്ലെങ്കിൽ കാര്യം മാത്രം എടുക്കും, ഇവര് പറയുന്നതിനെ ശ്രദ്ധിക്കുകയും ചെയ്യില്ല. ഏതെങ്കിലും രീതിയിലൊരു പ്രശ്നം വന്നായില്ല. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ പള്ളി എഴുതിയിട്ടുണ്ട്. പുള്ളി വളരെ എനിക്ക് ബഹുമാനം തോന്നിയത് ഏറ്റവും മിതത്വമായിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് മേടിച്ചെടുക്കാനുള്ള നീക്കം ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരാൾ മരണമൊഴിയായിട്ട് എഴുതുക. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെ അതായത് ഇയാൾ അമ്പാനിയാണെന്നല്ല, പക്ഷെ ആ ഒരു രീതിയിൽ എന്തായാലും ബന്ധം പിരിഞ്ഞു പോവാണ്. കുറച്ച് കാശ് എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുക. ആ എക്സ്റ്റോർഷന് നിന്നുകൊടുക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമ സംവിധാനത്തിന് ആരും പോകണം. എന്നിട്ട് ഈസി ആയിട്ട് പറഞ്ഞാൽ അത് എന്നെ പീഡിപ്പിച്ചു, എന്നെ അടിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ഇതെന്ത് നാളെ കോടതി വരുമ്പോ എന്താ ഇത്രയൊന്നും യാതൊരു ഡീറ്റെയിൽസും ഇല്ല. കോടതി വരുമ്പോ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്, ആ മൊഴി കൊഹറന്റ് ആണ്, ആ മൊഴിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ, അതിനാണ് പ്രാധാന്യം കിട്ടുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നമാണ്. അവസാനം പയ്യന്റെ അഡ്വക്കേറ്റ് പറയും താന്നു കൊടുക്കുക, ഇല്ലെങ്കിൽ നിനക്ക് തന്നെ നഷ്ടവും. അപ്പം പോലീസുകാർ മറുഭാഗത്ത് അന്വേഷിക്കട്ടെ, പോലീസുകാർ മറുഭാഗത്ത് അന്വേഷിക്കണം. ഈ ഇപ്പൊ എല്ലാം കൊടുത്തിട്ടുണ്ട്, മൊബൈൽ അടക്കമുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയോട് അന്ന്